കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട. എല്ലാവിധ സ്പോർട്സ് ഇഞ്ചുറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട്. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. മഞ്ചേരിയിലെ CITU നേതാവ് ചന്തക്കുന്ന് പുന്നക്കൽ ഷംസുവിനെ വാളുകൊണ്ട് ഗുരുതരമായി വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത കേസിൽ 4ാം പ്രതിയെ മഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു. പുൽപ്പറ്റ കുന്നുമ്മൽ ചീനിമാമ്പുറത്ത് ജാഫറിനെയാണ് വീട്ടിലെത്തി പോലീസ് ഇൻസ്പെക്ടർ വി പ്രതാപ് കുമാർ അറസ്റ്റ് ചെയ്തത്. പ്രതിയുടെ ശിക്ഷയിൽ ഇളവ് നൽകിയത് സുപ്രീംകോടതി റദ്ദാക്കിയതിനെ തുടർന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. 2001 ജനുവരി 16 വൈകിട്ട് 5-നാണ് കേസിന് ആസ്പദമായ സംഭവം. മഞ്ചേരി പാണ്ടിക്കാട് റോഡിൽ പ്രവർത്തിച്ചിരുന്ന മാർജിൻ ഫ്രീ മാർക്കറ്റിന് മുൻവശത്ത് വെച്ച NDO പ്രവർത്തകരായ 5-അംഗ സംഘം കടയുടെ മാനേജറായ ഷംസുവിനെ വടിവാൾ കൊണ്ട് മാരകമായി വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഷംസുവിനെ നാട്ടുകാർ ഉടൻ മഞ്ചേരിയിലും തുടർന്ന് കോയമ്പത്തൂരിലും സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. കേസിലെ പ്രതികളെ 2001 ജനുവരി 27 പോലീസ് അറസ്റ്റ് ചെയ്തു. ജാഫറിനെയും കേസിലെ മറ്റു പ്രതികളായ പൊന്നാനി നഗരം പിലാക്കൽ സലീം, മലപ്പുറം ഹാജിയാർ പള്ളി കണ്ണൻതൊടി അബ്ദുൾ മുനീർ എന്നിവരെയും മഞ്ചേരി 2ാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി 6 വർഷം കഠിന തടവിനും 40,000 രൂപ വീതം പിഴയടയ്ക്കാനും ശിക്ഷിച്ചിരുന്നു. 5ാം പ്രതി OMA ജബ്ബാറിനെ കുറ്റക്കാരനല്ലെന്ന് കണ്ട് വെറുതെ വിട്ടു. 2ാം പ്രതി തിരുനാവായ ബൈരങ്കോട് കൊല്ലൻ ജുബൈർ ജാമ്യത്തിലിറങ്ങി വിദേശത്തേക്ക് മുങ്ങി. 10 വർഷത്തിനു ശേഷം നാട്ടിലെത്തിയ ഇയാളെ 2011 ഒക്ടോബർ 25 പോലീസ് അറസ്റ്റ് ചെയ്തു. ജുബൈറിന് കോടതി 2018 മാർച്ച് 16 5 വർഷം കഠിന തടവും 15,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. ഇന്ത്യൻ ശിക്ഷാ നിയമം 307, 324 എന്നീ വകുപ്പുകൾ പ്രകാരമായിരുന്നു ശിക്ഷ. ഈ വിധിക്കെതിരെ പ്രതികൾ ഹൈക്കോടതിയെ സമീപിച്ചു. കേസിൽ വധശ്രമത്തിന്റെ വകുപ്പായ 307 നിലനിൽക്കില്ലെന്ന് ഹൈക്കോടതി കണ്ടെത്തുകയും 326 വകുപ്പ് പ്രകാരം ശിക്ഷ 1 മാസത്തെ കഠിന തടവാക്കി ചുരുക്കുകയും ചെയ്തു. ഇതിനെതിരെ ഷംസു പുന്നക്കൽ സുപ്രീംകോടതിയെ സമീപിച്ചു. എന്നാൽ 2020 നവംബർ 7 ഷംസു മരണപ്പെട്ടു. തുടർന്ന് അദ്ദേഹത്തിന്റെ ഭാര്യയായ TS മീര കേസിൽ കക്ഷി ചേർന്നു. ഷംസു പുന്നക്കലിനെ ചികിത്സിച്ച ഡോക്ടറുടെ മൊഴി, മുറിവിന്റെ സ്വഭാവം, ആക്രമണത്തിന് ഉപയോഗിച്ച ആയുധങ്ങൾ, കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിച്ചില്ലായിരുന്നുവെങ്കിൽ മരണം സംഭവിക്കുമായിരുന്നുവെന്ന വസ്തുത എന്നിവ ചൂണ്ടിക്കാട്ടിയ സുപ്രീംകോടതി കേസിൽ നിന്ന് വധശ്രമത്തിന്റെ വകുപ്പ് ഒഴിവാക്കാനാകില്ലെന്ന് കണ്ടെത്തി. സുപ്രീംകോടതി ജസ്റ്റിസുമാരായ GK മഹേശ്വരി, അരവിന്ദ് കുമാർ എന്നിവരടങ്ങിയ ബെഞ്ച് 2025 ഏപ്രിൽ 16 പുറപ്പെടുവിച്ച വിധിയിൽ 8 ആഴ്ചകൾക്കകം പ്രതികൾ പോലീസിൽ കീഴടങ്ങണമെന്നും ആവശ്യപ്പെട്ടു. ഈ കാലയളവിൽ പ്രതികൾ കീഴടങ്ങാത്തതിനെ തുടർന്നാണ് പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. അവശേഷിക്കുന്നവരെയും ഉടൻ അറസ്റ്റ് ചെയ്യുമെന്ന് പോലീസ് പറഞ്ഞു. അറസ്റ്റിലായ ജാഫറിനെ മഞ്ചേരി 2ാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി AV ടെല്ലസ് റിമാൻഡ് ചെയ്തു. ഈസ്റ്റ് ലൈവ്, മഞ്ചേരി.